ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കാമോ? ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി തുടങ്ങുകയാണ്. നമ്മുടെ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഫീൽ ഫ്രീ ടോക്ക് സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കാം, അല്ലായിരിക്കാം. ഇത് 41ാമത് ഫീൽ ഫ്രീ ടോക്ക് ആണ്. ഇതുവരെ നിങ്ങൾക്ക് നടന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ ഉപകാരപ്പെടുത്തിയിട്ടുണ്ടോ, എന്താണ് ഇതിൽ എന്താ പറയാ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് അതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പൊ ഈ 41ാമത്തെ ഈ ഒരു ഫീൽ ഫ്രീ ടോക്കിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല അഭിമാനമുണ്ട്. നമുക്ക് ഒരു കാര്യം തുടങ്ങിയിട്ട് അതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റുക, അത് തന്നെ അത് നല്ലൊരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്, അല്ലേ? ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഒരു വിഷയം മോറൽ ഡെവലപ്മെന്റ്, അല്ലേ? ഈ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലേക്ക് വരുന്നത്? മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ഞാനിപ്പോ പറയാൻ പോകുന്നത് മോറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു മോറൽ ആയിട്ടുള്ള, നിങ്ങൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ മോറൽ എന്ന് പറയുമ്പോൾ മതത്തിലേക്കോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്ത പോകും. പക്ഷെ ഒരു മതം എന്നില്ല, ഏതൊരു മനുഷ്യനും നല്ലത് ചീത്തത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു മൊറാലിറ്റി ഉണ്ട്, അല്ലെ? ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉള്ളതാണോ, അല്ലെങ്കിൽ അത് എന്താ പറയാ, നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ കൂടുതലും അതിങ്ങനെ നമ്മുടെ ലൈഫ് പോകുമ്പോൾ ചെറുതിലേ മുതൽ നമ്മൾ ഇങ്ങനെ പഠിച്ചെടുക്കുന്ന, ലേൺഡ് ആയിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന, അതേപോലെ നമ്മൾ ചിന്തിച്ച് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് മൊറാലിറ്റി. മൊറാലിറ്റിനെ നമ്മൾ ചുറ്റുപാടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാനും, അതേപോലെ നശിപ്പിക്കാനൊക്കെ നമ്മുടെ ചുറ്റുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ മൊറാലിറ്റി ഏതൊരു ലെവലിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് മനസ്സിലാവും. അപ്പോ നമ്മൾ പറയുന്നത് കോൾബർഗിന്റെ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയാൻ ശ്രമിക്കുന്നത്. കോൾബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ഇതിനെ എങ്ങനെയാണ്, മൊറാലിറ്റി ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ കോൾബർഗ് ഇതിനെ 3 ലെവൽസും 6 സ്റ്റേജുകളും ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് നമ്മുടെ 6 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജും ലെവല്, പിന്നെ അതിനുശേഷം വരുന്നത് 11 വയസ്സ് വരെ ആ രൂപത്തിലാണ് വരുന്നത്. അപ്പോ നമ്മൾ 6 വയസ്സ് വരെ ഉള്ള ആ ഒരു സമയത്ത്, പിന്നെ അവിടുന്ന് 11 അങ്ങോട്ട് മേലോട്ടുള്ളത് 3ാമത്തെ ലെവൽ കേട്ടോ. അപ്പൊ 6 വയസ്സ് വരെ ഉള്ളതിൽ തന്നെ 2 സ്റ്റേജ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതില് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മള് പണിഷ്മെന്റിനെ പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നാ പറയുന്നത്. നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടോ, അങ്ങനെ നമ്മൾ ഒരു കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആദ്യം തന്നെ ചെയ്യുന്നത് പണിഷ്മെന്റിനെ പേടിച്ചിട്ടാണെന്നാ പറയുന്നത്. ഒരു കുട്ടി നമ്മൾ നമ്മൾ പറയല്ലോ, ഓരോരു അവരോട് പറഞ്ഞു കൊടുക്കും, നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്മ വരും, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇവര് അറ്റ് ദ സ്പോട്ടിൽ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചിലപ്പം വേറെ മീനിങ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ പോലും ഇവര് വിചാരിക്കുന്നത് ഞാൻ എപ്പോ തെറ്റ് ചെയ്യുന്നോ ആ ഒരു സ്പോട്ടിൽ തന്നെ എന്റെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവള് ഈവിൾ അല്ലേ, പൈശാചികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കും. അതേപോലെ നമ്മള് പാരന്റ്സ് തന്നെ ആണെങ്കിലും നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാണ് ഓൺ ദ സ്പോട്ടിൽ പുറത്ത് ആ അടി കിട്ടും ആ രൂപത്തിൽ, അത്രയും എന്താ പറയാ പണിഷ്മെന്റിനെ അവർ പേടിക്കുന്നുണ്ട്. അവർ അത്രയും പീക്കായിട്ട് പണിഷ്മെന്റിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അത് അതിൽ ഉണ്ട് എന്നുള്ള കാര്യം, അതായത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. ഇനിയിപ്പോ നമ്മള് പഠിച്ചവനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് ദൈവത്തിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ പോലും ഇന്ന തെറ്റ് ചെയ്ത ഇന്ന ശിക്ഷ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചെറിയ മക്കളോട് വരെ പറയൂലേ, അവര് വിചാരിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ അത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോ ആ ഒരു
സമയത്ത് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പണിഷ്മെന്റിനെ പേടിച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിയർ ആണ് അതിന്റെ ഒരു ബേസ്. നെക്സ്റ്റ് ഇവരെന്ത് ചെയ്യും? റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് ഇവർ കുറച്ചും കൂടി വലുതാവുമ്പോൾ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സമ്മാനങ്ങളോ അല്ലെ നല്ല വാക്കുകൾ പോലും, ഒരു മുത്തം പോലും ഇവർക്ക് എന്താണ്? നല്ലൊരു റിവാർഡാണ് അത്. നമുക്ക് പോലും അങ്ങനെയാണല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഒരുപാട് പൈസ തരുന്നതിനേക്കാളും ഒരാൾ സ്നേഹത്തോടെ നല്ലൊരു വർത്താനം പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവർക്ക് റിവാർഡ്, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനങ്ങൾ പോലെ അവരുടെ ഉള്ളിലേക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് സ്റ്റേജും കഴിയുമ്പോഴേക്കും നമ്മുടെ ലെവൽ 1 പൂർത്തിയായി. ഇവര് ഒരു 7 വയസ്സിലേക്ക്, 6 വയസ്സ് പൂർത്തിയായി 7ലേക്ക് എത്തി. 7ലേക്ക് എത്തുന്നതോടുകൂടി ഇവര് ചെയ്യുന്നത് ഈ ഗുഡ് ഗേൾ, ബാഡ് ഗേൾ അങ്ങനെയൊക്കെ പറയല്ലോ നമ്മള്. അങ്ങനെ അവരെ ഒരു ലേബൽ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാണ്. അതിന് ആ ഒരു ഗുഡ് ഗേൾ എന്നുള്ള പേര് കേൾക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യും. ആ രീതിയിലാണ് വരുന്നത്. പിന്നെ അതിനെ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവർ വേണ്ടാന്ന് വെക്കും. ആ രൂപത്തിലാണ് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീട്ടിലെ താരമാവാൻ, നല്ല കുട്ടിയാവാൻ ആ രൂപത്തിലും ചെയ്യാറുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ സ്റ്റേജുകൾ ആലോചിക്കണം. നിങ്ങളിപ്പോ വയസ്സ് കഴിഞ്ഞോ, ഇനി 30-ാം വയസ്സിലാണോ, 40-ാം വയസ്സിലാണോ, 20-ാം വയസ്സിലാണോ, ഒന്നും നോക്കണ്ട. നിങ്ങളിപ്പോ ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ മറ്റുള്ളവര് നല്ലതാണ്, നീ നല്ലതാണ് എന്ന് പറയുന്നതിൽ സന്തോഷിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞല്ലോ പണിഷ്മെന്റിനെ പേടിച്ചിട്ടാണ്. പിന്നെ റിവാർഡ് പറയുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ, മക്കൾ ചിലപ്പോൾ ആ സമയത്ത് കിട്ടുന്ന മുട്ടായി, ആ സമയത്ത് കിട്ടുന്ന കെട്ടിപ്പിടുത്തം അതൊക്കെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താ പറയാ, കുറച്ചു കാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന റിവാർഡിനെ കുറിച്ചാണെങ്കിൽ പോലും ഒരു റിവാർഡ് വിചാരിച്ചാണോ ചെയ്യുന്നത്? ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നോക്കണം കേട്ടോ. നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഏത് ലെവലിലാന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അടുത്തത് നമ്മൾ പറഞ്ഞ എന്താണ്? നല്ല കുട്ടി എന്നുള്ള പേര് കേൾക്കാൻ, ഞാനൊരു നല്ലൊരാളാണ് എന്ന് എല്ലാവരും പറയാൻ, ആ രൂപത്തിലാണ് ഇവർ ചെയ്യുന്നത്. ഈ ലെവൽ 2 വരുന്ന രണ്ടാമത്തെ ഭാഗം, അതായത് ലെവൽ 2ലും 2 സ്റ്റേജ് ഉണ്ട്, എല്ലാത്തിലും 2 സ്റ്റേജ് ഉണ്ട്. അതില് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൺഫോമിറ്റിക്ക് വേണ്ടിയിട്ട്. കൺഫോമിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ സോഷ്യൽ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാട് ഉള്ള ആൾക്കാർ ചെയ്യുന്നതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അവരെ ആ ഒരു കൺഫോം ആയിട്ട് ജീവിക്കാൻ, അതായത് നമ്മൾ അവരിലേക്ക് തന്നെ ഇഷ്ടപ്പെട്ട് അവര് എന്താണോ പറയുന്നത് അതനുസരിക്കാൻ വേണ്ടി കൂടുതൽ ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ സോറി. അപ്പോൾ നമ്മൾ എന്താ സോഷ്യലായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും സമാധാനാണല്ലേ നമ്മുടെ ലാസ്റ്റ്. സോഷ്യൽ ഹാർമണി, നമ്മുടെ ലൈഫിന്റെ ഒരു ഹാർമണി കാത്തു സൂക്ഷിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഒരു സോഷ്യലായിട്ട് നിലനിന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളും അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അതിൽ കൺഫോംഡ് ആവും. നമ്മൾ അതിലങ്ങോട്ട് ലയിച്ച് ചേരുകയാണ് ചെയ്യുക. അപ്പൊ ആ രൂപത്തില് കൺഫോംഡ് ആയിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഈ സമയത്ത് ഇവരെന്ത് ചെയ്യും? അതോറിറ്റീനെ അനുസരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, നിയമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കല്ലോ. ഈ 18 വയസ്സായാൽ മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ ഈ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കല്ലോ. അപ്പൊ ഈ 11 വയസ്സ് മുതൽ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള സമയത്ത് ഇവര് ഈ കാര്യങ്ങൾ കൺഫോംഡ് ആയിട്ടാണ് മൊറാലിറ്റിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് കറക്റ്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മൊറാലിറ്റി ചെയ്താൽ എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ഇവര് കൺഫോംഡ് ആവുകയാണ്. റൂൾസ് ഒക്കെ ഞാൻ അനുസരിക്കും. അതിന്റെ പണിഷ്മെന്റുകൾ കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഓരോ മനസ്സിലുണ്ട്, അതിപ്പോ കുറച്ചൊക്കെ ഉണ്ടാവും. അതേപോലെ ആലോചിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യാം, ആ രൂപത്തില് ആണ് ഇവര് റൂള് ചെയ്യുന്നത്.
എല്ലാ റൂളുകളും അനുസരിച്ച് ജീവിക്കുന്നത്, എല്ലാവരെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നത്, എല്ലാം എക്സെപ്റ്റഡ് കേസുകൾ ഉണ്ടാവാം കേട്ടോ, ഈ ചെയ്യാത്തവരും ഉണ്ടാവാം. എന്നാൽ പോലും ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മളിലെ മൊറാലിറ്റി. അപ്പോൾ എക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളത് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടോ, ഈ പണിഷ്മെന്റ് തന്നെ നിൽക്കുകയാണോ, നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു പണിഷ്മെന്റിന്റെ ചിന്ത വരണോ, ആ രൂപത്തിൽ ചിന്തിക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടുന്നതിന് മാത്രമാണോ നമ്മളിപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. പിന്നെ കൺഫേംഡ് ആണോ എന്ന് നമ്മൾ നോക്കുക. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, കൾച്ചറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ അങ്ങനെ പറയും. നമ്മൾ ഇപ്പോ ഇവിടെ നല്ലത് എന്ന് പറയുന്ന കാര്യം തന്നെ ആയിരിക്കില്ല അല്ലെ വേറൊരു കൾച്ചറിൽ നല്ലത് എന്ന് പറയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂ, നമ്മളെ കൾച്ചറിൽ അത് അക്സെപ്റ്റഡ് ആയെങ്കിൽ നമ്മൾ അതിൽ കൺഫേംഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കും. അത് ചിലപ്പം വേറൊരു കൾച്ചറിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ബാഡ് ആയിരിക്കും. എന്നാലും നമ്മൾ മൊറാലിറ്റി വളർന്നു എന്നാണല്ലോ പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു കൾച്ചറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മൊറാലിറ്റി ഒന്നും കൂടി വളരുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് 11-ാം വയസ്സ് മുതൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാണ് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം, കൺഫേംഡ് ആവണം. നമ്മൾ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഒരു സോഷ്യൽ ഹാർമണി നിലനിൽക്കൂ എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ സമയത്ത് നമ്മൾ എന്ത് തിരിച്ചറിയുന്നുണ്ട്, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ചില സമയങ്ങളിൽ ഈ നിയമങ്ങളെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മളെ വീട്ടുകാർ തന്നെ പറയും ചില സമയത്ത്, എന്ത് പറയും, ഹെൽമെറ്റ് വെക്കാം പക്ഷെ എന്റെ മുടി പോയാലോ, അതുകൊണ്ട് ഞാനിപ്പോഴായാലും വെക്കാറില്ല. അങ്ങനെ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന മക്കൾ കേൾക്കുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് മനസ്സിലാവുകയാണ് നിയമങ്ങളൊക്കെ ഉണ്ട്, നിയമങ്ങളൊക്കെ അനുസരിക്കണം, റിവാർഡ് കിട്ടും, പണിഷ്മെന്റ് കിട്ടും, ഒക്കെ ശരിയാണെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിന് ചേഞ്ചും വരുത്താം എന്നിവര് ചിന്തിച്ച് ചേഞ്ചുകൾ വരുത്തുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ഈ രീതിയിൽ നല്ല രീതിയിലും ചേഞ്ച് വരുത്തുട്ടോ, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇത്രയും നാള് കൾച്ചറിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന മക്കൾ എന്ത് ചെയ്യും, ജസ്റ്റ് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ഇപ്പൊ സംഭവിക്കുക, ഇതിപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്, ആ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. നല്ലതുമാണ്. പല കാര്യങ്ങളും പലരും ഇതേപോലെ ചോദ്യം ചെയ്തത് കൊണ്ട് നമ്മൾ നിലവിൽ നല്ലത് എന്ന് വിചാരിച്ച് ലോകം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന പല കാര്യങ്ങളും മാറ്റം വന്നത്, പല നല്ല ചിന്തകളും ഇതേപോലെ ചോദ്യം ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ചോദ്യത്തെ നമ്മൾ പേടിക്കേണ്ട. പക്ഷെ എന്നാലും ഇവര് ആവശ്യമില്ലാതെയും ആവശ്യമുള്ള രീതിയിലും ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇത്. 7-ാം വയസ്സ് മുതൽ തുടങ്ങുകയാണ് ഇങ്ങനത്തെ ചോദ്യം ചെയ്യലുകള്. അതേപോലെ ഇവര് മനസ്സിലാക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ അനുസരിച്ചാൽ മതി. അതേപോലെ ഇവരെ ഈ സമയത്ത് നമ്മൾ പറയല്ലോ, ഒന്ന് ഈ റൂൾസ് തെറ്റിക്കുന്നത് ഓക്കെ, പക്ഷെ റൂൾസ് തെറ്റിക്കുന്ന നല്ല രീതിയിലും ഇവര് ചിന്തിക്കും. ഈക്വാലിറ്റിനെ കുറിച്ച് ഇവര് ചിന്തിക്കും. അതേപോലെ ലൈഫിന്റെ ഇമ്പോർട്ടൻസ്, നമ്മളിപ്പോ എന്താ പറയാ, ഒരാൾക്ക് അപകടം വെട്ടി പോകുമ്പോൾ നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ച് പോകണം എന്നില്ലല്ലോ. ആ രീതിയിലൊക്കെ ഇവർ ചിന്തിക്കും. ഇങ്ങനെ ഇവര് സ്വന്തം മനസ്സിലിട്ട് ഒരുപാട് ചിന്തിച്ച് 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 ചിലരെന്ത് ചെയ്യും, എഗെയിൻസ്റ്റ് ആയിട്ട്, മൊത്തത്തിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങും. ഒരാൾക്കും ഉപകാരമില്ലാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ആ രൂപത്തിൽ. ഇപ്പൊ മൊറാലിറ്റി പറ്റലോ ആയി. പക്ഷേ ഇവർക്ക് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഗാന്ധിജിയെ പോലെ അങ്ങനെയൊക്കെ ആയിട്ട് മാറും. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടിയാലും കുഴപ്പമില്ല, റിവാർഡ് കിട്ടിയാലും കുഴപ്പമില്ല, ഇനി നമ്മൾ എന്താ പറയാ കൾച്ചറലി അക്സെപ്റ്റഡ് ആണോ അല്ലേ ഒന്നും ഒന്നും നോക്കൂല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് നോക്കിയിട്ട് ഇവര് പെരുമാറാൻ തുടങ്ങും. ഒരു ഗാന്ധിയനാകുക, അത്ര ഗാന്ധിയനൊന്നും ആയില്ലെങ്കിൽ പോലും നല്ലത് വിചാരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാം അല്ലെ. ആ രൂപത്തിലേക്ക് ഇവര് മാറും. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇപ്പൊ കോൾബർഗ്സ് പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു 11-ാം വയസ്സിൽ തന്നെ ഇതേപോലെ ആവുന്നുണ്ട് എല്ലാവരും യഥാർത്ഥത്തില്. പക്ഷേ നമ്മൾ നമ്മളിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കുന്ന സമയത്ത്, നമ്മളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടോ, നമ്മുടെ മൊറാലിറ്റി ഇത്രയും വളർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാൻ പറ്റും. എന്താണ്?
അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ലെവല് എവിടെയാണ് നമ്മൾ പറയലുണ്ട് നമ്മുടെ വളരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ, അത് ഫിസിക്കൽ വളർച്ചയാണെങ്കിലോ മാനസികമായിട്ട് നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്, നമ്മളെ മോറൽ ഡെവലപ്മെന്റ് എവിടം വരെ എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവർക്കും നമ്മളെ പോലെ തന്നെ അവകാശങ്ങളുണ്ട്, മറ്റുള്ളവർക്കും നമ്മളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അവർക്കും നമ്മളെ പോലെയുള്ള വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, അവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ, ആ രീതിയിലൊക്കെ നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി എന്ന് വെച്ചാൽ നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും അല്ലേ. ഇനിയിപ്പോ നമുക്കതൊന്നും ഇല്ല, നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ഇപ്പോഴും പണിഷ്മെന്റിനെ പേടിച്ച് മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് കൂടുതലും. നമ്മളൊരു 80% പണിഷ്മെന്റിനെ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു 20% നമ്മൾ റിവാർഡ് വിചാരിച്ചിട്ടാണ്, അങ്ങനെ നമ്മളിങ്ങനെ ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഇനി വളരുന്ന കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യണം, മോറലായിട്ട് വളരുന്ന ഒരു നല്ല കുട്ടിയായിട്ട് വളർത്താൻ പറ്റണം. നല്ല കുട്ടി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അത് മാറ്റം ഉണ്ടാവും, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് അത് മാറും, പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറും. പക്ഷെ എന്നാൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമൊക്കെ അറിയാലോ എന്താണ് നല്ലത് എന്താണ് ചീത്തത്, കൂടുതൽ ആളുകളും അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ആ രൂപത്തിലേക്ക് കുട്ടി വളരാൻ, നമ്മുടെ കുട്ടി വളരാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കുട്ടി വളരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാന്ന് നോക്കാം അല്ലേ. നമ്മൾക്ക് മെയിൻ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയാൻ കാരണം ഇവരുടെ പാഠ്യപദ്ധതികളിൽ നമുക്ക് മൊറാലിറ്റിയെ ഉൾപ്പെടുത്താം. അപ്പൊ എങ്ങനെയാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം, റൂൾസ് എങ്ങനെയൊക്കെയാണ് അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം, ഇത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാം, നമ്മൾ റൂൾസ് അനുസരിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്താം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കുഞ്ഞു മക്കൾ അറിയുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലെ. അവരുടെ കയ്യിലുള്ള ഓരോ കാര്യങ്ങൾക്കും, അവരുടെ സ്വന്തമായിട്ട് അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഇവര് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളത് ഇവര് മനസ്സറിഞ്ഞ് അത്രയും കുഞ്ഞു നാളിലെ ഇവരെ അറിയുകയാണെങ്കിൽ എത്ര ബെറ്റർ ആയിരിക്കും. അതുപോലത്തെ ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിലത്തെ അല്ലെങ്കിൽ മദ്രസകളിലെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുക. ഒരുവിധം കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട്, എന്നാൽ പോലും ഒന്നും കൂടി പ്രാക്ടിക്കൽ ആക്കിയിട്ട്, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ ആക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. മെയിനായിട്ട് നമ്മൾ ഒരുപാട് ഇതൊക്കെ നടത്താറുണ്ട് അല്ലെ, എക്സ്കർഷൻസ് ഒക്കെ നടത്താറുണ്ട്, ടൂറ് പോകാറുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം, ഒരു വൃദ്ധസദനങ്ങളിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകുന്ന രീതിയിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും കൂടി ജസ്റ്റ് വാട്ടർ തീം പാർക്കിൽ പോകുന്നതിനേക്കാളും എത്രയോ ഉപകാരം ഉണ്ടാവും. ഇവർ പോകുന്ന സമയത്ത് ഈ ഡെവലപ്മെന്റ് കുറവാണില്ലേ, നമ്മൾ ഇവർ മനസ്സിലാക്കി എടുക്കുന്നത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എങ്കിൽ കൂടി ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു ടീച്ചർ പറഞ്ഞ കാര്യങ്ങള്, ഒരു അറ്റ്മോസ്ഫിയർ, കുട്ടികളെല്ലാരും കൂടി ഒരുങ്ങി വേറൊരു ദിവസം വേറൊരു സ്ഥലത്തേക്ക് പോകുക, ആ രൂപത്തിലുള്ള ഒരു മെമ്മറി എങ്കിലും ഇവരെ ഉള്ളിലുണ്ടാവും. അന്ന് ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ പൈസ കൊടുത്തിരുന്നു, അത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഭയങ്കരമായിട്ട് ഇവരുടെ മനസ്സിൽ അത് തങ്ങി കിടക്കും. അത് പിന്നീട് ഇങ്ങനത്തെ ഡെവലപ്മെന്റിലേക്ക് വരെ ക്ഷണിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റോൾ മോഡൽ ആവുക. നമ്മളൊരു മൊറാലിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മോറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രൂപത്തിൽ മക്കളുടെ മുമ്പിൽ പെരുമാറുക. നമ്മൾ അങ്ങനെ ആയിരിക്കണം, ഓക്കെ. ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ആയില്ല, എന്നാലും നമ്മുടെ കുട്ടിയെങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ മുന്നിൽ അതിനുള്ള റോൾ മോഡലുകൾ നിർത്തി കൊടുക്കുക. പുതിയ പുതിയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരെ. ഇപ്പൊ രാത്രിയിൽ കിടക്കുമ്പോഴാണെങ്കിൽ മോറൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിനെ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ തന്നെ ആണെങ്കിലോ, നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടി വിശകലനം ചെയ്യുക, നമ്മൾ അതിൽ ഏർപ്പെടുക. നമ്മൾ ജസ്റ്റ് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് പോയി എന്നുള്ളതിനേക്കാൾ ശരിക്കും സന്തോഷം ഉണ്ടാവുക നമുക്ക് എന്തോ ഒന്ന് നേടി എന്നുള്ള രൂപത്തിലായിരിക്കും.
ആ രൂപത്തിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പറയാറുണ്ട്, റൈറ്റ് ചെയ്ത് അഫർമേഷൻ എഴുതിയാൽ നമ്മൾക്ക് ഉള്ളിലേക്ക് ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റൂലേ. അപ്പൊ എന്താ പറയുക, ഞാൻ നല്ലൊരു പ്രവൃത്തി ചെയ്തു, എനിക്ക് അതിനാല് ഭയങ്കര സന്തോഷമുണ്ട്, എൻ്റെ മനസ്സ് നിറയെ എന്ന് എന്താ പറയുക പോസിറ്റീവ് നിറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോഴും നമ്മൾ അതിലേക്ക് വളരും. അതുപോലെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു കാര്യം ചെയ്താൽ നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കുക. റിവാർഡിന് വേണ്ടി കൊതിക്കുന്ന ഒരു പ്രായമൊക്കെ ഉണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ലോണം റിവാർഡ് കൊടുക്കുക അവർക്ക്. എന്തെങ്കിലും സമ്മാനങ്ങളായിട്ടോ നമ്മളെ കെട്ടിപ്പിടുത്തായിട്ടോ കിസ്സായിട്ടോ എന്താണോ നമുക്ക് സാധിക്കുന്നത് ആ സമയത്ത് അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇവര് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മളെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നമുക്ക് പേടിയാണ് ഇത് പകരുന്ന അസുഖമൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും പോവല്ലേ പോവല്ലേ പറയും. അങ്ങനെ പറയണ്ട. ഒരു അസുഖം വന്നാലും നമുക്ക് ചികിത്സിക്കാനുള്ള സാഹചര്യം ഉള്ള ഒരു അസുഖമാണെങ്കിൽ ഇവർ ജസ്റ്റ് അവരെ പോയി പരിഗണിക്കട്ടെ, അവർ തൊടട്ടെ, തലോടട്ടെ, അവരോട് സംസാരിക്കട്ടെ, എന്താ അസുഖം എന്ന് ചോദിക്കട്ടെ. ഇതിനൊക്കെ ഉള്ള അവസരം, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനുള്ള അവസരം കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുക. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഇവരെ ഈ രൂപത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുക. നമ്മൾ ഒരു എവിടെയെങ്കിലും നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ അവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ഇവരെ കൂടെ കൂട്ടുക. അതേപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുകയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഇത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ പൈസ കൊടുക്കാനും ഒക്കെ വിചാരിക്കുക. അതിന് അവരോട് കൂടെ പോയി സമയം ചെലവഴിക്കാനൊക്കെ ഇവരെ കൂട്ടുക. ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്നെങ്കിലും അതെങ്കിലും ഇവർ മനസ്സിലാക്കട്ടെ. മോറൽ ഡെവലപ്മെന്റോ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിനെ ഇനി ഒന്നും ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇവർ മനസ്സിലാക്കട്ടെ, എൻ്റെ ഈ ലോകത്ത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നെങ്കിലും അവർ മനസ്സിലാക്കട്ടെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ഈ റൂൾസുകൾ പാലിക്കുന്നതിനെ കുറിച്ച് നന്നായിട്ടുള്ള അവയർനെസ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളും ഇവരെ മുന്നിൽ ഈ ഹെൽമെറ്റ് ഇടാതെയും മറ്റും മറിച്ചും പോവാതെ ഇവരോട് എന്ത് പറഞ്ഞത് എന്താണോ എന്ത് വെച്ചാൽ അത് നമ്മൾ പ്രവർത്തിക്കുക, അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക നല്ലോണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സംരക്ഷണത്തിന് തന്നെയാണ്. അത് മാത്രമല്ല, ഒരു സോഷ്യൽ ഹാർമണി നിലനിർത്തുന്നില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കുന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ എക്സാജറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. പണിഷ്മെന്റിനെ പേടിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലേ, അതിൽ പണിഷ്മെന്റിൽ അങ്ങ് ഒരു സ്റ്റെക്കായി പോകുന്ന രീതിയിൽ പണിഷ്മെന്റിനെ കുറിച്ച് പറയണ്ട എങ്കിൽ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ ഈ രൂപത്തിലൊക്കെ നമുക്ക് വന്നു ചേരും. എല്ലാവരും മൊറാലിറ്റി ഒക്കെ ഒഴിവാക്കി ജീവിക്കുകയാണെന്ന് വെച്ചോ, എന്താവും ഈ ലോകത്തിന്റെ സ്ഥിതി. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഒരു കഥയൊക്കെ ഉണ്ടാക്കിക്കാം. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഒരു കഥ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ട് രീതിയിൽ ഇവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവും, എന്താ ചെയ്യും, മൊറാലിറ്റിയും ഡെവലപ്പ് ആവും. ഇവര് മനസ്സിലാക്കും, സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ ഇവര് മനസ്സിലാക്കും അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു പ്രായം പറഞ്ഞിരുന്നു അല്ലെ, ഇവര് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു പറഞ്ഞില്ലേ. ഈ പ്രായത്തിൽ നമ്മളോട്, ഈ പ്രായത്തിൽ എന്നല്ല ഇനി മുമ്പാണെങ്കിലും ഇവര് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം കൊടുക്കുക. ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ, ക്രിട്ടിക്കലായിട്ട് അവരുടെ ആ ഒരു തിങ്കിങ് വളരാനൊക്കെ ഇത് സഹായിക്കും. അവര് ചിന്തിക്കട്ടെ എന്തുകൊണ്ടാ ഇങ്ങനെ എന്ന് ചിന്തിക്കട്ടെ, എന്നിട്ട് അവര് ചോദിക്കട്ടെ. എന്നിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി ഇവരായിട്ട് പുതിയ തിയറികളോ ഇനി അല്ലെങ്കിൽ മോറലായിട്ടുള്ള പുതിയ കാര്യങ്ങളോ നമ്മുടെ ലോകത്തിന് വേണ്ടി കൊണ്ടുവരാൻ വന്നവരാണെങ്കിൽ അതിന് നമ്മൾ അവസരം കൊടുക്കണ്ടേ. ഞാൻ ഒരിക്കല് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു കേട്ടോ, ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങനെ മുട്ടിയിട്ട് കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, അതാണ് ബാൻഡഡി ഒക്കെ ഉണ്ടാവില്ലേ, ആ മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട്, ഗ്ലാസ് ഉണ്ട്, നമ്മളെ സാധാ പ്ലേറ്റ് ഉണ്ട്, ഒക്കെ സ്റ്റീലാണ്. എന്നിട്ട് സ്പൂണ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് കറക്റ്റ് നല്ലൊരു ട്യൂണായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഈ കുട്ടി കളിക്കുന്ന സമയത്ത്. ഞാൻ ശരിക്കും ആലോചിച്ചു, നമ്മുടെ വീട്ടിലെ കുട്ടി ഒരു പാത്രം എടുത്ത് നിലത്ത് വെച്ചിട്ട് അതിലൊരൊറ്റ കൊട്ട് കൊട്ടിയാൽ മതി, അന്നത്തോടു കൂടി നമ്മൾ നിർത്തും. ഒച്ച ഉണ്ടാക്കില്ലേ പൊയ്ക്കോന്ന് പറയും. ഈ കുട്ടി ഈ ഒരു താളത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര തവണ മുട്ടിയിട്ടുണ്ടാവും, എത്ര തവണ ഈ പാത്രങ്ങൾ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഏതൊക്കെ പാത്രത്തിൽ മുട്ടുക, ഏതൊക്കെ സൗണ്ടാണ് ഉണ്ടാവുക എന്നുള്ള ഇവള് ഈ ആൺകുട്ടിയാണ്. അപ്പൊ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അത്രയും
സമയം, അത്രയും സാഹചര്യം ആ വീട്ടിൽ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ അത് കൊടുക്കാറുണ്ടോ? ആ രൂപത്തിൽ എല്ലാത്തിനുള്ള അവസരം കൊടുക്കാറുണ്ടോ? എല്ലാത്തിനും കൊടുത്തില്ലെങ്കിലും മൊറാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചീത്തതും നല്ലതും ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള മോറൽ മാത്രല്ല, നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതൊക്കെ വളരാൻ നമ്മൾ അവസരം കൊടുക്കാറുണ്ടോ? ചിന്തിക്കണം. ഉം. നമ്മള് ഈ രണ്ട് കൈകളും ഉപയോഗിച്ച് കഴിഞ്ഞാല് പ്രവർത്തിക്കൂലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രെയിൻ ജിമ്മൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. നമ്മൾ എന്തിനാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മുടെ രണ്ട് ഭാഗം ബ്രെയിനും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഈ കൈ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗം പ്രവർത്തിക്കുന്നു, ഈ കൈ വർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗം, അങ്ങനെ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ രണ്ടും വർക്ക് ചെയ്യിപ്പിക്കേണ്ടിയുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് രണ്ട് കൈകളും വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികളാണ് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമ്മളെ ബ്രെയിൻ തന്നെ ഇങ്ങനെ സിഗ്നൽ തരും. നീ ഈ കൈ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഈ കൈ ഒന്ന് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സിഗ്നൽ, അതൊന്ന് ചെയ്തു നോക്ക്, ഇതൊന്ന് ചെയ്തു നോക്ക് എന്നുള്ള രൂപത്തിൽ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ വരും. ഈ ചെയ്തു നോക്കാൻ നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിച്ചോ വളർന്നു വരുന്ന ആ സമയത്ത് നമ്മൾ അവസരം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് പിന്നെ അങ്ങനെ ഒരു അവസരത്തിന് എവിടെ പോവാനാ? അത് വളരൂല, അങ്ങനെ സ്റ്റെക്കായി പോകും. ഈ പറഞ്ഞ പോലെ ഓരോ ഡെവലപ്മെന്റിന്റെ സമയത്ത് അവിടെ സ്റ്റെക്ക് ആയാല് പറയലുണ്ട്, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, അതായത് മുട്ടിലെഴുന്ന സമയത്തില്ലേ, മുട്ടിലെഴുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ആയി എന്ന് വിചാരിച്ചു, ആ സമയത്ത് എന്തെങ്കിലും കാരണത്താല് കുട്ടി നിലത്ത് വീഴുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നടക്കുക. ഈ വേറെ എന്തെങ്കിലും കാരണത്താല് അത് സ്റ്റോപ്പായ പിന്നീട് 8-ാം വയസ്സിലാണ് അത് വീണ്ടും ഡെവലപ്പ് ആവുന്നതെന്ന് പറയുന്നത്. എന്ത് കാര്യമായാലും നമ്മുടെ ഡെവലപ്മെന്റിൽ ഒരു ഡെവലപ്മെന്റ് ഒരു എട്ട് എട്ട് അല്ല ഈ എന്താ പറയാ, ആ ഒരു സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ചു, ആ ഡെവലപ്മെന്റിന്റെ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആയിട്ട് വീണ്ടും തുടരാൻ പറ്റുക, അല്ലെങ്കിൽ വീണ്ടും നോർമലായിട്ട് വീണ്ടും ഉണ്ടാവുക, ഡെവലപ്പ് ചെയ്യപ്പെടാന്ന് പറയാം 8-ാം വയസ്സിലാണ്. അപ്പൊ നിങ്ങൾ എന്നെ വിചാരിച്ചു നോക്കുക, നമ്മൾ അനുവദിക്കാത്തത് കാരണം, നമ്മൾ സമ്മതിക്കാത്തത് കാരണം നമ്മുടെ കുട്ടി സ്ക്രോള്, അതായത് മുട്ടിലെഴുന്നില്ല, അവിടെ നിർത്തി. പിന്നീട് ആ കുട്ടിക്ക് 8-ാം വയസ്സിൽ ഇത് തിരിച്ചു വരുന്നു സ്വയം. ആ നമ്മളെ ചെറിയൊരു പ്രവർത്തനം കാരണം നഷ്ടപ്പെട്ടത് എത്ര വർഷമാണ്, എത്ര വളർച്ചയാണ്? ആ രൂപത്തിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കുട്ടിയുടെ മുന്നില്, അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള കുട്ടിയുടെ മുന്നില്, അങ്ങനെ പറയുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, എന്തെല്ലാമാണ് നല്ല കാര്യങ്ങൾ എന്റെ മനസ്സിൽ നല്ലതെന്ന് തോന്നുന്നെങ്കിലും നമ്മൾ പ്രവർത്തിക്കാം. എല്ലാവരും നല്ലതെന്ന് പറയുന്നത് പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടി മറ്റുള്ളവര് ഒരു കൺഫോംഡ് ആവുന്ന ഒരു പ്രായമൊക്കെ ഉണ്ട് അല്ലേ? അതായത് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മള് എന്ത് ചെയ്യാം? അതിനൊക്കെ അനുവദിക്കാം. നമുക്ക് നമുക്ക് എന്താ പറയാ, അവര് ചെയ്യട്ടെ കുറച്ചൊക്കെ, പിന്നെ അവര് തിങ്ക് ചെയ്ത് തിരിച്ചു വന്നോളൂ. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ടൈമാണത്. ഓ, സാരമില്ല, അത് ഒരു പ്രായത്തിലല്ലേ ഉണ്ടാവും. പിന്നെ അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതിനേക്കാളും നമ്മൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു മൈൻഡിലേക്ക് അവർ വളരും. പക്ഷെ ഒരു സമയത്ത് അങ്ങനെ വളരണം. ഒരു ടൈമിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കുറിച്ചും കൂടി ചിന്തിക്കണം. ഇതാണ് എൻ്റെ റൂള്, ഇതാണ് എൻ്റെ നാട്ടിലെ ചിന്താഗതി, ഇതാണെന്നൊക്കെ മനസ്സിലാക്കി കുറച്ചു കാലം അവർ അങ്ങനെയും ജീവിക്കണം. അതിനൊക്കെ നമ്മൾ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൊറാലിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്, മോറൽ ഡെവലപ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊക്കെ ഏതൊക്കെ ലെവലിലാണ് നിൽക്കുന്നതെങ്കിലും മനസ്സിലായോ? ഏത് ലെവലിലാണെന്നൊന്നും പറയണ്ട. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സ് ഒന്ന് ഉപയോഗിക്കണേ. നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ ലെവൽ എന്താണ്? പണിഷ്മെന്റിനെ പേടിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്തെ ലെവലിൽ എന്ത് ചെയ്യും? റിവാർഡ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കൺഫോംഡ് ആയിട്ട് ചെയ്യും. റൂൾസുകൾ, ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ നിയമങ്ങൾ, എനിക്ക് എന്താ പറയാ, അതോറിറ്റിനെയൊക്കെ
അനുസരിക്കണം. ഉം. പോലീസുകാര് ഉണ്ടാകും. ആ, പിന്നെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ട്. അതൊക്കെ വിചാരിച്ചിട്ട് അനുസരിക്കും. പിന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്ത് എവിടേക്കാണ് റൂൾസ് ഒക്കെ ഒഴിവാക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പിന്നെ എന്താണ് റൂൾസിലൊക്കെ ഉള്ള നെഗറ്റീവ്, അതായത് നമ്മുടെ പെർസ്പെക്റ്റീവില് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് അതിങ്ങനെ ഡെവലപ്പ് ചെയ്യും സ്വന്തമായിട്ട്. ഇതുവരെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു മൊറാലിറ്റി ഉണ്ടാക്കിയെടുക്കും. എൻ്റെ അവർ ഓൺ ഗുഡ് ആൻഡ് ബാഡ്, ആ രൂപത്തിലേക്ക് ഒരു ചിന്ത വരും. പിന്നീട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് വളരുന്ന സമയത്ത് നമ്മളൊരു ഗാന്ധിയനോ ഒക്കെ ആയിട്ട് മാറും ആ രൂപത്തിലേക്ക്. അപ്പൊ നമ്മൾ ഏത് ലെവലിലാന്നുള്ളത് മനസ്സിലാക്കുക. അൽഹംദുലില്ലാ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് അല്ലെ, അവരുടെ ലെവലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെവൽ 2 നിൽക്കുന്നവരുണ്ട്. ഇത് ശരിയാണ്. ചില കാര്യങ്ങളിൽ ഇല്ലേ, നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫേംഡ് ആയിരിക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, പണിഷ്മെന്റ് വിചാരിക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ റിവാർഡ് വിചാരിക്കും. അപ്പോൾ ഏത് ഭാഗത്താണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. എന്താ പറയാ, ഒരു ഗാന്ധിയനൊന്നായില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ റൈറ്റും റോങ്ങും തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോറൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഡെവലപ്പ് ചെയ്തവരിലൊക്കെ ഇനിയും ഒരുപാട് വളരട്ടെ അല്ലേ. ഇനി ഞാൻ റെക്കോർഡിംഗ് ഒഴിവാക്കാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മുടെ ടൈം കഴിയുമ്പം കട്ടായിക്കോളൂ കേട്ടോ. ഒരു 4 മിനിറ്റും കൂടി ഉണ്ട്.